ഹായ് സുഹൃത്തുക്കളെ, കേരള സെറ്റ് ജനുവരി 2026 പരീക്ഷ ക്വാളിഫൈ ചെയ്തവർക്കായിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് വന്ന സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഏപ്രിൽ മാസം 2 തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ LBSന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് LBSന്റെ വെബ്സൈറ്റിൽ ചെന്നിട്ട് ഈ ഒരു കേരള സെറ്റ് ജനുവരി 2026 ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഈ റിസൾട്ട് പബ്ലിഷ്ഡ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അടുത്തൊരു വിൻഡോയിലേക്ക് ഇത് ഇങ്ങനെ പോകുന്നുണ്ടാവും. അവിടെ നമ്മുടെ റിസൾട്ട് നേരത്തെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതായിരുന്നു. ഇവിടെ തന്നെ ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുകയാണ്. ഇൻസ്ട്രക്ഷൻസ് ഫോർ ഗെറ്റിംഗ് സെറ്റ് സർട്ടിഫിക്കറ്റ് ഫോർ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സ്. അപ്പോൾ അവിടെ ക്ലിക്ക് ടു ഡൗൺലോഡ് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ആ വിൻഡോയിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പേ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് അവൈറ്റിംഗ് ദെയർ ഫൈനൽ ഇയർ റിസൾട്ട്സ് ഓഫ് PG B.Ed നീഡ് നോട്ട് അപ്ലൈ ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ് ബിഫോർ ഒബ്റ്റെയിനിങ് ഒറിജിനൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് ദ PG B.Ed. അതായത് നമുക്കറിയാം ഫൈനൽ ഇയർ PGയുടെയും B.Edന്റെയും ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തിന് അപ്ലൈ ചെയ്യായിരുന്നു? സെറ്റിന് അപ്ലൈ ചെയ്യാമായിരുന്നു. അവർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് എപ്പോഴാണ് സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അത് നിങ്ങളുടെ പ്രൊവിഷണൽ എങ്കിലും വന്ന ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം ഇതിനകത്തുള്ളത് ഡിക്ലറേഷൻ ഫോം, അതായത് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർ തങ്ങൾ ഫൈനൽ ഇയറിലാണ് പഠിച്ചത് എന്നുള്ളൊരു ഡിക്ലറേഷൻ ഫോം വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആ ഡിക്ലറേഷൻ ഫോം വാങ്ങിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരുടെ കാര്യം മാത്രമാണ്. പാസ്ഔട്ടൊക്കെ ആയി എല്ലാ സർട്ടിഫിക്കറ്റും കയ്യിലുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നമ്മുടെ LBSന്റെ ഈ പറഞ്ഞ വിൻഡോയിലേക്ക് പോകും. ഇവിടെ പുതിയ ആപ്ലിക്കേഷന് ക്ലിക്ക് ചെയ്യുക. പുതിയ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ടു ഡൗൺലോഡ് ന്യൂ ആപ്ലിക്കേഷൻ ഫോം ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെ, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക. എന്നിട്ട് അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇൻസ്ട്രക്ഷൻ ഇവിടെ എന്തൊക്കെ എൻക്ലോഷേഴ്സ് ആണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പാസ്സായവരെ സംബന്ധിച്ച് ഗസറ്റഡ് ഓഫീസർ കോപ്പീസ് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് അറ്റസ്റ്റഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ. ഒരു ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റേഷനോട് കൂടി ഈ കോപ്പീസ് ഒക്കെ ഇവിടെ കൊടുക്കണം. റെലവന്റ് പേജ് ഓഫ് ദി SSLC ബുക്ക്, അതായത് 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് വേണം, 10th സർട്ടിഫിക്കറ്റ്. അത് അതിന്റെ കോപ്പി ആര്? ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് ഓഫ് ഗ്രേഡ് ഷീറ്റ് ഓഫ് PGയുടെ സർട്ടിഫിക്കറ്റ്, പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ. അതുപോലെ തന്നെ B.Edന്റെ സർട്ടിഫിക്കറ്റ്, പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ. ദെൻ റെക്കഗ്നീഷൻ ആൻഡ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇൻ ദ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ്ഡ് ദിയർ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഫ്രം യൂണിവേഴ്സിറ്റീസ് ഔട്ട്സൈഡ് കേരള. നിങ്ങൾ PGയോ B.Edോ കേരളത്തിന് പുറത്താണ് ചെയ്തിട്ടുള്ളതെങ്കിൽ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇൻ ദ കേസ് ഓഫ് ദോസ് ഹു ഹാവ് പാസ്ഡ് ദിയർ ക്വാളിഫയിങ് എക്സാമിനേഷൻസ് ഇൻ ദ കേസ് ഓഫ് സബ്ജക്ട്സ് നോട്ട് മെൻഷൻഡ് ഇൻ ദ ക്ലോസ് 2 ഓഫ് ദ പ്രോസ്പെക്ടസ്. അതായത് ചില സബ്ജക്റ്റുകളുടെ കേസിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അത് സ്പെഷ്യലായിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ പ്രോസ്പെക്ടസിലെ ക്ലോസ് 2 പറയുന്ന ആ ഒരു കേസ് അനുസരിച്ച് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. ദെൻ PH കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഡിസബിലിറ്റി, ഭിന്നശേഷിക്കാരാണെങ്കിൽ അവരുടെ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടായിരിക്കണം. പിന്നീട് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. നോൺ ക്രീമി ലെയർ OBC നോൺ ക്രീമി ലെയർ ക്ലെയിം ചെയ്യുന്നവര് കൃത്യമായിട്ട് ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. 30/10/2024 13/12/2025, അതായത് കഴിഞ്ഞ 2024 ഒക്ടോബർ 30 മുതൽ 2025 ഡിസംബർ 13 വരെ ഈ തീയതിക്കുള്ളിൽ വാങ്ങിച്ച OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ ഹാജരാക്കാൻ. ഇതിന് പുറത്താണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എങ്കിൽ നിങ്ങൾക്ക് OBC നോൺ ക്രീമി ലെയർ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തീയതിക്കുള്ളിലുള്ള സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അതൊന്ന് ആപ്ലിക്കേഷന്റെ സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഡിക്ലറേഷൻ ഫോം ഇൻ ദ കേസ് ഓഫ് ഫൈനൽ ഇയർ PG B.Ed സ്റ്റുഡന്റ്, അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ PGയുടെയോ B.Edന്റെയോ ഫൈനൽ ഇയറിലായിരുന്നെങ്കിൽ ഒരു ഡിക്ലറേഷൻ ഫോം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വായിക്കേണ്ടതായിട്ടുണ്ട്. ആ ഡിക്ലറേഷൻ ഫോം ഇതിന്റെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡിക്ലറേഷൻ ഫോം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു വിൻഡോയിൽ ഇതിന്റെ ഡിക്ലറേഷൻ ഫോം ഉണ്ടായിരുന്നു. അതായത് ഫൈനൽ ഇയർ പഠിക്കുന്നവരുടെ ഡിക്ലറേഷൻ ഫോം തൊട്ട് മുന്നത്തെ വിൻഡോ ഉണ്ടായിരുന്നു. അത് ഡൗൺലോഡ് ചെയ്ത് അതും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്. അതിനുശേഷം നിങ്ങൾക്ക് പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ കിട്ടുമ്പോൾ മാത്രമേ സെറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഡിക്ലറേഷൻ ഫോം അതിന്റെ കൂടെ എൻക്ലോസ് ചെയ്യണം. അപ്പോൾ ഇത് ക്ലിയർ ആയി കാണുമെന്ന് കരുതുകയാണ്. ഇതൊക്കെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? സെൽഫ് അഡ്രസ്ഡ് A4 സൈസ് ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ്, അത് ഒരു ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് A4 സൈസ്ഡ് ആയിരിക്കണം. അപ്പോൾ അതിൽ നിങ്ങളുടെ അഡ്രസ്സ് തന്നെ എഴുതണം. കാരണം നിങ്ങൾക്ക് അതിൽ തന്നെ തിരിച്ചയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അത് വിത്ത് പോസ്റ്റൽ സ്റ്റാമ്പ് വർത്ത് 60, അതായത് 60 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ആ എൻവലപ്പിന് മേളിൽ ഒട്ടിച്ചിരിക്കണം. അപ്പോൾ ഈ ഡോക്യുമെന്റ്സിന് പുറമെ ഈ എൻവലപ്പും കൂടെ ചേർത്തിട്ടാണ് നിങ്ങൾ LBSന് അയച്ചു കൊടുക്കേണ്ടത്. അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഡയറക്ടർ
LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദാവനം പാളയം, തിരുവനന്തപുരം 695033. എന്നിട്ട് ഇതാണ് ഈ അഡ്രസ്സിലേക്ക് അത് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എറർ വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറുകൾ, ഈ ഡീറ്റെയിൽസ് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. LBS യൂഷ്വലി നന്നായിട്ട് ഇത് എൻക്വയറീസിന് വേണ്ടി പ്രതികരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ജൂണിലാണ് സർട്ടിഫിക്കറ്റ്സ് വിൽ ബി ഇഷ്യൂഡ് ബൈ June 2025 ഓൺലി ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. അപ്പോൾ ജൂണിലായിരിക്കും ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുക, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത ശേഷം. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും സെറ്റ് സർട്ടിഫിക്കറ്റിന് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. PGയുടെ B.Edന്റെ ഒക്കെ ഫൈനൽ ഇയർ പഠിക്കുന്ന ആളുകളാണെങ്കിൽ ഡിക്ലറേഷൻ ഫോം നിങ്ങൾ സൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുമ്പോഴത്തേക്ക് ഈ സെറ്റിനും അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.